ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ വെളിപാടിൻ്റെ പുസ്തകം അധ്യായം 2 ഉച്ചക്കിലത്തെ ഈ സമയം ഭക്ഷണം ഉപേക്ഷിച്ചുകൊണ്ട് ഒരുമിച്ച് വായിക്കാൻ പോവുകയാണ്. നമ്മളെല്ലാവരും ചേർന്ന് ഒരുമിച്ച് ഉറക്കെ വായിച്ചുകൊണ്ട് വെളിപാടിൻ്റെ പുസ്തകത്തിൽ നിന്ന് അത്ഭുതങ്ങളും അടയാളങ്ങളും ഉപരിയായിട്ട് ദൈവസ്നേഹവും ദൈവത്തിൻ്റെ കൃപയും സമാധാനവും സന്തോഷവും ആനന്ദവും നമ്മുടെ കുടുംബത്തിൽ നിറയുന്ന വലിയ അനുഭവത്തിലേക്ക് നമ്മൾ കടന്നു വരികയാണ്. നമുക്ക് ഒരുമിച്ച് വായിക്കാം, കുടുംബം ഒന്നാകെ വായിക്കാം. വെളിപാടിൻ്റെ പുസ്തകം അധ്യായം 2. എഫേസോസിലുള്ള സഭയുടെ ദൂതനെ എഴുതുക. വലത്ത് കൈയിൽ 7 നക്ഷത്രങ്ങൾ വഹിച്ചുകൊണ്ട് 7 സ്വർണ്ണ ദീപപീഠങ്ങൾക്ക് മധ്യേ നടക്കുന്നവൻ ഇപ്രകാരം പറയുന്നു: നിന്റെ പ്രവൃത്തികളും പ്രയത്നങ്ങളും ക്ഷമാപൂർവമായ ഉറച്ചുനിൽപ്പും ദുഷ്ടരോടുള്ള സഹിഷ്ണുതയും ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോസ്തലന്മാരിൽ നടിക്കുകയും എന്നാൽ അങ്ങനെയല്ലാതിരിക്കുകയും ചെയ്യുന്നവരെ പരിശോധിച്ച് അവർ വ്യാജം പറയുന്നവരാണെന്ന് നീ കണ്ടുപിടിച്ചു. തീർച്ചയായും ക്ഷമാപൂർവം പിടിച്ചു നിൽക്കാൻ തക്ക കഴിവ് നിനക്കുണ്ട്. എന്റെ നാമത്തെ പ്രതി പീഡനം സഹിച്ചിട്ടും നീ ക്ഷീണിച്ചില്ല. എങ്കിലും നിനക്കെതിരെ എനിക്കൊന്ന് പറയാനുണ്ട്. നിനക്ക് ആദ്യമുണ്ടായിരുന്ന സ്നേഹം നീ കൈവെടിഞ്ഞു. അതിനാൽ നീ ഏതവസ്ഥയിൽ നിന്നാണ് അധപതിച്ചതെന്ന് ചിന്തിക്കുക. അനുദപിച്ച് ആദ്യത്തെ പ്രവൃത്തികൾ ചെയ്യുക. അല്ലെങ്കിൽ ഞാൻ നിന്റെ അടുത്ത് വരികയും നിന്റെ ദീപപീഠം അതിന്റെ സ്ഥലത്ത് നിന്ന് നീക്കിക്കളയുകയും ചെയ്യും. എന്നാൽ നിനക്ക് ഈ ഗുണമുണ്ട്: നിക്കോളാവോസ് പക്ഷക്കാരുടെ ചെയ്തികൾ നീ വെറുക്കുന്നു, അവ ഞാനും വെറുക്കുന്നു. ആത്മാവ് സഭകളോട് അരുളി ചെയ്യുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ. വിജയം വരിക്കുന്നവന് ദൈവത്തിന്റെ മധ്യസ്ഥയിലുള്ള ജീവവൃക്ഷത്തിൽ നിന്ന് ഞാൻ ഭക്ഷിക്കാൻ കൊടുക്കും. സ്മിർനായിലെ സഭയുടെ ദൂതനെഴുതുക. ആദിയും അന്തവുമായവൻ, മരിച്ചവനും എന്നാൽ വീണ്ടും ജീവിക്കുന്നവനുമായവൻ പറയുന്നു: നിന്റെ ഞെരുക്കവും ദാരിദ്ര്യവും എനിക്കറിയാം. എങ്കിലും നീ സമ്പന്നനാണ്. യഹൂദനെന്ന് അവകാശപ്പെടുകയും എന്നാൽ അങ്ങനെയല്ലാതെ സാത്താന്റെ സിനഗോഗായി വർത്തിക്കുകയും ചെയ്യുന്നവരുടെ ദോഷാരോപണങ്ങളും ഞാൻ അറിയുന്നുണ്ട്. നീ ഉടനെ സഹിക്കാനിരിക്കുന്നവയെ ഭയപ്പെടരുത്. നിങ്ങളിൽ ചിലരെ പിശാച് തടവിലിടാൻ ഇരിക്കുന്നു. അത് നിങ്ങൾ പരീക്ഷിക്കപ്പെടുന്നതിനാണ്. 10 ദിവസത്തേക്ക് നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാകും. മരണം വരെ വിശ്വസ്തനായിരിക്കുക. ജീവന്റെ കിരീടം നിനക്ക് ഞാൻ നൽകും. ആത്മാവ് സഭകളോട് പറയുന്നതെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. വിജയം വരിക്കുന്നവൻ തീർച്ചയായും രണ്ടാമത്തെ മരണത്തിന് അധീനനാവുകയില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അധ്യായം 2 2 സഭകൾക്കാണ് നമ്മൾ ഇന്ന് വായിക്കുന്നത്. അടുത്ത 2 സഭയ്ക്കുള്ളത് നാളെ ഉച്ചയ്ക്കാണ് നമ്മൾ ചെയ്യുന്നത്. ബൈബിൾ മൊത്തം 35,000 വേർഡ്സ് ആണ്. അതിൽ 8,000-ൽ പരം വാഗ്ദാനങ്ങളാണ്. ഈ വാഗ്ദാനങ്ങളിൽ ഇന്ന് നമ്മൾ കാണുന്ന വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ് നമ്മുടെ ദൈവം. വെളിപാട് 1:3 പറയുകയാണ്: വെളിപാടിൻ്റെ ഈ പുസ്തകം വായിക്കുന്നവരും അത് കേൾക്കുന്നവരും അത് പാലിക്കുന്നവരെയും ഞാൻ അനുഗ്രഹിക്കും എന്ന ഒരു വാഗ്ദാനമാണ് നമ്മൾ ഇപ്പോൾ അടിസ്ഥാനമായിട്ട് എടുക്കുന്നത്. അതുകൊണ്ട് കർത്താവിൻ്റെ വാഗ്ദാനങ്ങളിൽ ഒട്ടും വിശ്വാസം കുറവ് നമുക്ക് പാടില്ല. ആഴമേറിയ വിശ്വാസം വർദ്ധിക്കാനാണ് നാം ഇങ്ങനെ ബൈബിൾ ഉറക്കെ വായിക്കുന്നത്. വിശ്വാസമാണ് എല്ലാറ്റിനും അടിസ്ഥാനം. ഇപ്പോൾ വായിച്ചു കൊണ്ടിരുന്ന സർവ്വ മക്കളെയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹക്കോട്ടയും പുത്രനായ ഈശോയുടെ തിരുരക്തക്കോട്ടയും പരിശുദ്ധാത്മാവിൻ്റെ അഗ്നിക്കോട്ടയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയക്കോട്ടയും വിശുദ്ധ യൗസേപ്പിതാവിൻ്റെ വിശുദ്ധിക്കോട്ടയും
സർവ്വ മാലാഖമാരുടെയും വിശുദ്ധരുടെയും സംരക്ഷണ കോട്ടയും കൊണ്ട് നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.